എല്ലാവർക്കും നമസ്കാരം. അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ 2 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റെക്കോർഡ് അപ്ഡേറ്റും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഏറ്റവും വേഗത്തിൽ 1000 കോടി ക്ലബിൽ ഇടം നേടുന്ന ചിത്രമായിട്ട് ഇപ്പോൾ പുഷ്പ 2 മാറിയിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പുഷ്പ 2 കത്തിക്കേറുന്ന കാഴ്ചയാണ് ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറത്തു വന്ന ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 922 കോടി രൂപ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 1000 കോടി ക്ലബിൽ ഇടം നേടിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഇന്ത്യൻ സിനിമ ഏറ്റവും വേഗത്തിൽ 1000 കോടി ക്ലബിൽ ഇടം നേടുന്ന ചിത്രമായിട്ട് ഇപ്പോൾ പുഷ്പ 2 മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമകളിൽ ആദ്യ 4 ദിവസം വീക്കെൻഡ് കളക്ഷനിലൂടെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ചിത്രമായിട്ടും പുഷ്പ 2 മാറിയിരുന്നു. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട്, അതായത് വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് പുഷ്പ 2 നേടിയത് 765 കോടി രൂപയായിരുന്നു. രണ്ടാം സ്ഥാനത്തുള്ളത് KGF ചാപ്റ്റർ 2 ആണ്. ഏകദേശം 4 ദിവസങ്ങൾ കൊണ്ട് 555 കോടി രൂപയോളമാണ് ആ ഒരു ചിത്രം നേടിയത്. മൂന്നാം സ്ഥാനത്തുള്ളത് ഷാറുഖ് ഖാന്റെ പത്താൻ എന്ന സിനിമയാണ്. 542 കോടി രൂപയാണ് ചിത്രം 5 ദിവസങ്ങൾ കൊണ്ട് നേടിയത്. 4ാം സ്ഥാനത്തുള്ളതും ഒരു ഷാറുഖ് ഖാൻ ചിത്രം തന്നെയാണ്. ജവാനാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. 4 ദിവസങ്ങൾ കൊണ്ട് 520 കോടി രൂപയോളമാണ് ആ ഒരു ചിത്രം നേടിയത്. 5ാം സ്ഥാനത്തുള്ളത് ബാഹുബലി 2 ആണ്. 3 ദിവസങ്ങൾ കൊണ്ട് 506 കോടി രൂപയോളം ആ ചിത്രം നേടി. 6ാം സ്ഥാനത്തുള്ളത് SS രാജമൗലിയുടെ RRR ആണ്. 3 ദിവസങ്ങൾ കൊണ്ട് 502 കോടി രൂപയോളമാണ് RRR വീക്കെൻഡ് കളക്ഷനിലൂടെ നേടിയത്. ഈ ലിസ്റ്റിൽ പറഞ്ഞ 6 സിനിമകളിൽ പുഷ്പ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകൾക്കും മികച്ച റെസ്പോൺസ് ആണ് എല്ലായിടത്തുനിന്നും വന്നത്. എന്നാൽ പുഷ്പക്ക് നെഗറ്റീവ് റിപ്പോർട്ട് വന്നിട്ട് പോലും വൻപൻ കളക്ഷൻ തൂക്കിയിടിയാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ചിത്രത്തിന്റെ 6ാം ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് വരുന്നതായിരിക്കും. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.